morning all. A warm welcome to one's KTU question paper solving program. നമ്മൾ ഇന്ന് partial differential equations and complex analysis ന്റെ December 2022 ന്റെ module 3 ആണ് സോൾവ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ part A contains 10 questions, each 2 questions from each module, and part B contains 2 questions from each module. You have to answer one question. നമ്മുടെ module 3 ൽ module 3 യുടെ സിലബസ് module 3 ൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് കോംപ്ലക്സ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ module 3 ൽ മെയിനായിട്ട് അനലിറ്റിക് ഫങ്ഷൻസ്, ഹാർമോണിക് ഫങ്ഷൻസ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ്, പിന്നെ കൺഫോർമൽ മാപ്പിംഗ്. കൺഫോർമൽ മാപ്പിംഗ് നമുക്ക് മെയിനായിട്ട് 4 എണ്ണത്തിൻ്റെയാണ്. z², e⁻z, 1/z, sin z. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ മോഡ്യൂൾ 3 എന്ന് വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഡിറ്റർമിൻ ഒമേഗ ഈക്വൽ ടു കോസ് z ഈസ് അനലിറ്റിക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ ഫംഗ്ഷൻ xy² ഈസ് ദ റിയൽ പാർട്ട് ഓഫ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഡിറ്റർമിൻ വെദർ ഒമേഗ ഈക്വൽ ടു കോസ് z ഈസ് അനലിറ്റിക്. അപ്പോൾ നമുക്ക് ഇവിടെ കോസ് z അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ അത് കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പം നമ്മുടെ ഫംഗ്ഷൻ കോസ് z ആണ്. അപ്പോൾ കോസ് z കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കണം. കോഷി-റീമാൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ux ഈക്വൽ ടു vy ആൻഡ് uy ഈക്വൽ ടു -vx. ux മീൻസ് ∂u/∂x. അപ്പോൾ കോഷി-റീമാൻ ഇക്വേഷൻസ് ux ഈക്വൽ ടു vy ആൻഡ് uy ഈക്വൽ ടു -vx. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ fz ഈക്വൽ ടു കോസ് z. അപ്പം ഇതിൻ്റെ കോഷി-റീമാൻ ഇക്വേഷൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കോസ് z നിന്ന് യുവും വിയും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം കോസ് z-നെ u+iv പോലെ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ അതിന് z-ന് x+iy കൊടുക്കാം. എന്നിട്ട് ഇതിനെ u+iv ഫോമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ കോസ് x+iy എക്സ്പാൻഡ് ചെയ്യണം. കോസ് x+iy +2 പഠിച്ചിട്ടുള്ള റിസൾട്ടാണ് കോസ് ആൽഫ പ്ലസ് ബീറ്റ. കോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് കോസ് ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. അത് യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാം. സോ ദിസ് ഈസ് കോസ് ആൽഫ കോസ് ബീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ ബീറ്റ. വി ഹാവ് ടു എക്സ്പ്രസ് fz ഇൻ ദ ഫോം u+iv. അപ്പോൾ ഈ കോസ് iy ഇതിൻ്റെ ഉള്ളിലുള്ള i ഒക്കെ ഇനി പുറത്തു വരണം. അപ്പോൾ അതിനു വേണ്ടി കോസ് എക്സ്, ഇനി നമ്മളൊരു റിസൾട്ടും കൂടി അപ്ലൈ ചെയ്യണം. കോസ് ix എന്ന് പറഞ്ഞാൽ കോസ് hx ആണ്. അതല്ല സൈൻ ix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i സൈൻ hx ആണ്. അത് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് കോസ് എക്സ് കോസ് hy, ഇവിടെ മൈനസ്, ഇവിടുന്ന് ഒരു i പുറത്തു വരും, i സൈൻ എക്സ് സൈൻ hy. See now this is in the form u+iv. u is u എന്ന് പറയുന്നത് കോസ് എക്സ് കോസ് hy, v എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് സൈൻ hy. അപ്പോൾ യു മീൻ കിട്ടി. ഇനി ഈ ഡെറിവേറ്റീവ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കാം. u ഈസ് കോസ് എക്സ് കോസ് hy, v is the coefficient of I, that is minus sin x sin h minus sin x sin hy. അപ്പോൾ ഇനി ux, യുവിനെ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് കോസ് hy. യുവിനെ വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് uy. ഇറ്റ് ഈസ് കോസ് എക്സ് സൈൻ hy. അത് സിമിലർലി vx എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് സൈൻ hy. അതുപോലെ vy എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് സൈൻ hyയുടെ ഡെറിവേറ്റീവ് എഴുതുക. ദറ്റ് ഈസ് കോസ് hy. ഇനി നോക്കുക ux ഈക്വൽ ടു vy ആണോ നോക്കുക. സി ക്ലിയർലി ux ഈക്വൽ ടു vy. അതുപോലെ uy എന്ന് പറയുന്നത് മൈനസ് vx ആണ്. സോ വി ഹാവ് ux ഈക്വൽ ടു vy ആൻഡ് uy ഈസ് ഈക്വൽ ടു മൈനസ് vx. സോ f satisfies Cauchy-Riemann equations. So we can say f is analytic. Our f is cos z, so cos z is analytic. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ ഫംഗ്ഷൻ xy² ഈസ് ദ റിയൽ പാർട്ട് ഓഫ് എൻ അനലിറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. നമ്മുടെ റിസൾട്ട് ഇതാണ്. നമ്മുടെ അനലിറ്റിക് ഫംഗ്ഷൻ്റെ നൊട്ടേഷൻ f ഈക്വൽ ടു u+iv.
See, all complex functions can be expressed in the form u plus iv. Analytic function is a special type of complex function. അപ്പം നമ്മുടെ ഫംഗ്ഷൻ u plus iv. എഫ് അനലിറ്റിക് ആണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് യുവും വിയും ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ്. അപ്പം ഇഫ് എഫ് ഈസ് അനലിറ്റിക് ദെൻ യു ആൻഡ് വി ആർ ഹാർമോണിക് ഫംഗ്ഷൻസ്. അപ്പോൾ ആ റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. യു ഹാർമോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മസ്റ്റ് സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. യു എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പം വി നോ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ആർ ഹാർമോണിക്. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് എക്സ് വൈ സ്ക്വയർ റിയൽ പാർട്ട് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ആണോ എന്ന്. അതായത് റിയൽ പാർട്ട് മീൻസ് യു ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ട് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം യു ഹാർമോണിക് ആണോ അല്ലയോ എന്ന്. അപ്പോൾ യു ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ റിലേഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ കണ്ടുപിടിക്കുക. യു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വൈ സ്ക്വയർ. ഇതിനെ വീണ്ടും എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇറ്റ് ഈസ് 0. ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇറ്റ് ഈസ് 2xy. ഇതിനെ വീണ്ടും ഒന്നും കൂടി വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക 2xy ഒന്നും കൂടി വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x. അപ്പോൾ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ പ്ലസ് യു വൈ വൈ എന്ന് പറയുന്നത് 0 പ്ലസ് 2x ദാറ്റ് ഈസ് 2x നോട്ട് ഈക്വൽ ടു 0. അപ്പം യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ യു ഹാർമോണിക് ആണ്. പക്ഷേ ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ വി ക്യാൻ കൺക്ലൂഡ് യു ഈസ് നോട്ട് ഹാർമോണിക്. അപ്പം യു ഹാർമോണിക് അല്ലാത്തത് കൊണ്ട് ദർ ഈസ് നോ അനലിറ്റിക് ഫംഗ്ഷൻ വിത്ത് റിയൽ പാർട്ട് ഈസ് എക്സ് വൈ സ്ക്വയർ. അപ്പോൾ ആൻസർ ഈസ് നോ. ദർ ഈസ് നോ അനലിറ്റിക് ഫംഗ്ഷൻ ഹൂസ് റിയൽ പാർട്ട് ഈസ് എക്സ് വൈ സ്ക്വയർ. ഇനി നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് 15A മാപ്പിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാപ്പിംഗ് ഒമേഗ ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. നമ്മുടെ സിലബസിൽ നമുക്ക് ഇസഡ് സ്ക്വയർ ഉണ്ട്, 1/z ഉണ്ട്, സൈൻ ഇസഡ് ഉണ്ട്, ഇ റൈസ് ടു ഇസഡ് ഉണ്ട്. 22 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാപ്പിംഗിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. 15Aയും 16Aയും. 15A ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞ മാപ്പിംഗിൽ നിന്നും 16A 1/z എന്ന് പറഞ്ഞ മാപ്പിംഗിൽ നിന്നും. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1/z എന്ന മാപ്പിംഗിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്കിനി അത് ആൻസർ ചെയ്യാം. 15A ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി സെമി സർക്കിൾ y ഈക്വൽ ടു √4 - x സ്ക്വയർ അണ്ടർ ദ ട്രാൻസ്ഫർമേഷൻ ഒമേഗ ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. മെജോറിറ്റി സ്റ്റുഡൻസിനും ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സെമി സർക്കിൾ ആണെന്ന് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് y സ്ക്വയർ ഈക്വൽ ടു 4 - x സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആണ് അതൊരു സ്ഫിയർ ആണെന്ന്. നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി സെമി സർക്കിൾ. അപ്പോൾ ഈ ഫുൾ സർക്കിളിൻ്റെ സ്ഫിയറിൻ്റെ വേണ്ട, സ്ഫിയർ അല്ല സർക്കിളാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ഇതൊരു സർക്കിളാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ സെമി സർക്കിളിൻ്റെ ഇമേജ് അണ്ടർ ദ ട്രാൻസ്ഫർമേഷൻ ഒമേഗ ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാപ്പിംഗ് ഒമേഗ ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാം. ഏറ്റവും എളുപ്പം പോളാർ റെപ്രസെൻറ്റേഷനിൽ ചെയ്യുന്നതാണ്. നമ്മുടെ മാപ്പിംഗ് ഇസഡ് പ്ലെയിനിൽ നിന്ന് ഒമേഗ പ്ലെയിനിലോട്ടാണ്. ഇസഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇസഡ് പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ, ഒമേഗ പ്ലെയിൻ യു വി പ്ലെയിൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാപ്പിംഗ്. ഇപ്പോൾ പോളാറിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇസഡ് ഈസ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. In the UV plane, omega is rho e raised to I phi. നമ്മുടെ ഇവിടുത്തെ മാപ്പിംഗ് ഒമേഗ ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. അപ്പോൾ ഒമേഗ ഈക്വൽ ടു ഇസഡ് സ്ക്വയർ കൺസിഡർ ചെയ്യുമ്പം ഒമേഗ ഈസ് റോ ഇ റൈസ് ടു ഐ ഫൈ ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ആർ ഇ റൈസ് ടു ഐ തീറ്റ ദ ഹോൾ സ്ക്വയർ. ദിസ് ഇംപ്ലൈസ് റോ ഇ റൈസ് ടു ഐ ഫൈ ഈസ് ഈക്വൽ ടു ഹിയർ ആർ സ്ക്വയർ ഇ റൈസ് ടു ഐ ടു തീറ്റ. ഇവിടുന്ന് റോ നോക്കുമ്പോൾ ആർ സ്ക്വയർ ആണ്. ഫൈ ഈസ് 2 തീറ്റ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ സെമി സർക്കിളിൻ്റെ ഇമേജ് മതി. അപ്പം നമ്മുടെ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ഇറ്റ് ഈസ് 2 സ്ക്വയർ. അപ്പം ആർ 2 ആണ്. ഇതൊരു സെമി സർക്കിളാണ്. അപ്പം തീറ്റ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് പൈ. അപ്പം സോ ദിസ് ഇംപ്ലൈസ് റോ ഈസ് ആർ ഈസ് 2. So rho is 4 and phi is 2 pi. അപ്പോൾ നമുക്ക് rho 4 phi 2 pi that is omega equal to rho e raised to I phi that is omega equal to 4 e raised to I phi
with 5 varies from 0 to 2 pi. So this omega, see, it is a circle with radius 4. Radius 4. So the image of this semicircle under this transformation is a circle in the UV plane with the radius 4. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് u equal to x square minus y square minus y is harmonic. അപ്പം u ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ ഇക്വേഷനാണ് പ്രൂവ് ചെയ്യേണ്ടത്. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. അപ്പോൾ അത് ചെയ്യാം. യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ. യു എക്സ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പോൾ 2x. ഒന്നും കൂടി എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇറ്റ് ഈസ് 2. യുവിനെ വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, മൈനസ് 2y മൈനസ് 1. യു വൈയെ ഒന്നും കൂടി വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് 2. So u x x plus u y y is equal to 2 minus 2, that is 0. So u satisfies this equation, so we can say u is harmonic. In the second part, also find the corresponding harmonic conjugate function. അപ്പോൾ നമുക്ക് യുവിൻ്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കണം. യുവിൻ്റെ കോൺജുഗേറ്റ് നമ്മൾ എഴുതുന്നത്, കോൺജുഗേറ്റ് ഓഫ് യു ഈസ് വി. സോ വി ഹാവ് ടു ഫൈൻഡ് വി. ഈ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, നമുക്കിവിടെ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി കിട്ടാൻ ഡി വിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡി വി എന്ന് പറഞ്ഞാൽ വി എക്സ് ഡി എക്സ് പ്ലസ് വി വൈ ഡി വൈ. നമുക്ക് യു തന്നിട്ടുണ്ട്. യു തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് യു എക്സും യു വൈയും അറിയാം. അപ്പോഴും നമുക്ക് ഇവിടെ വി എക്സും വി വൈയും അൺനോൺ ആണ്. അപ്പം കോഷി റൈമാൻ ഇക്വേഷൻസ് യൂസ് ചെയ്തത് റീപ്ലേസ് ചെയ്യാം. അപ്പം യു എക്സ് എന്ന് പറയുന്നത് വി വൈ ആണ്, ഇത് മൈനസ് യു വൈ ആകും. ഇനിയും ഈ രണ്ട് യു എക്സും യു വൈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, സി ദിസ് ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന മെത്തേഡിൽ സോൾവ് ചെയ്യണം. അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ സോൾവ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക, വൈക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇല്ലാത്ത ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് മെത്തേഡ്. എന്നിട്ട് ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ യു പുട്ട് എ കോൺസ്റ്റൻറ്റ്. അപ്പം നമുക്ക് വി കിട്ടും. ഇതാണ് മെത്തേഡ്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. അപ്പോൾ നമുക്കിത് ആൻസർ ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് വി. അപ്പം നമ്മൾ ലെറ്റ് വി ബി ഇറ്റ്സ് കോൺജുഗേറ്റ്. സോ വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി വി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഈ യു എക്സ് യു വൈ ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു എക്സ് ഈസ് 2x, യു വൈ ഈസ് മൈനസ് 2y മൈനസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് 2y മൈനസ് 1 ഡി എക്സ് പ്ലസ് യു എക്സ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ മൈനസ് സൈൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇൻ്റഗ്രൽ 2y പ്ലസ് 1 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്നു 2x ഡി വൈ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സിന് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ 2y ഇൻ്റഗ്രൽ നമ്മൾ വൈക്കാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2y എന്ന് പറഞ്ഞാൽ 2y എക്സ് ആയി, ഇത് എക്സ് ആയി. ഇനി ഇവിടെ വൈക്ക് ചെയ്യുമ്പം എക്സ് ഉള്ള ടേമിൻ്റെ ഇൻ്റഗ്രലൊക്കെ 0 ആണ്. ഇവിടെ 2x എക്സ് ഉണ്ട്, അതിൻ്റെ ഇൻ്റഗ്രൽ 0 ആണ്. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ പുട്ട് എ കോൺസ്റ്റൻറ്റ് സി. സി ദിസ് ഈസ് അവർ വി. സോ വി ഈസ് 2xy പ്ലസ് എക്സ് പ്ലസ് സി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മാപ്പിങ്ങിൽ നിന്നാണ്. 1/z എന്ന് പറഞ്ഞ മാപ്പിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി സർക്കിൾ മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1 അണ്ടർ ദ മാപ്പിംഗ് ഒമേഗ ഈക്വൽ ടു 1/z. അപ്പോൾ നമ്മുടെ ഈ ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു കോമൺ പാർട്ടാണ് ഈ എക്സും വൈയും എഴുതുക എന്നുള്ളത്. അപ്പം നമ്മുടെ മാപ്പിംഗ് ഒമേഗ ഈക്വൽ ടു 1/z ആണ്. അപ്പം ഇതിൽ നിന്ന് ഇസഡ് എത്രയാ? 1/ω. ഇസഡിൻ്റെ റെപ്രസെൻറ്റേഷൻ x പ്ലസ് ഐ വൈ. ഒമേഗ എന്ന് പറയുന്നത് u പ്ലസ് ഐ വി.
ഇവിടുന്ന് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ u സ്ക്വയർ മൈനസ് വി സ്ക്വയർ, ന്യൂമറേറ്റർ u മൈനസ് ഐ വി. അപ്പം എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു ഇതൊന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പം എക്സ് ഈക്വൽ ടു ഇവിടുത്തെ റിയൽ പാർട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഇതാണ് u ബൈ യു സ്ക്വയർ, സോറി ഇവിടെ നമ്മൾ u മൈനസ് ഐ വി കൊണ്ടാണ് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. u മൈനസ് ഐ വി ഡിവൈഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അപ്പം എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് u ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, y എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഐയുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. അപ്പം നമ്മുടെ 1/z എന്ന് പറഞ്ഞ മാപ്പിങ്ങിൽ നമുക്ക് ഇമേജ് കണ്ടുപിടിക്കാൻ കിട്ടുന്ന ട്രാൻസ്ഫർമേഷൻസ് ആണ് എക്സ് ഈക്വൽ ടു യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറും വി ഈക്വൽ ടു മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ദിസ് ഈസ് എ കോമൺ പാർട്ട് ഫോർ എനി ക്വസ്റ്റ്യൻ ഫ്രം ഒമേഗ ഈക്വൽ ടു 1/z. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കിളിൻ്റെ ഇമേജ് ആണ്. അപ്പം ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ഇമേജ് കണ്ടുപിടിക്കാം. നമ്മുടെ സർക്കിള് മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ z എക്സ് പ്ലസ് ഐ വൈ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ മോഡുലസ് എക്സ് പ്ലസ് ഐ വൈയുടെ മോഡുലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതായത് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പം ഇവിടുത്തെ റിയൽ പാർട്ട് എക്സ് മൈനസ് 1 ആണ്. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. സ്ക്വയർ റൂട്ട് അവോയ്ഡ് ചെയ്യാൻ ഇത് സ്ക്വയർ ചെയ്യുക. ദിസ് ഇംപ്ലൈസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. നമ്മൾ നേരത്തെ എക്സിൻ്റെ ട്രാൻസ്ഫർമേഷൻ കണ്ടുപിടിച്ചു. എക്സ് എന്ന് പറയുന്നത് യു ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ്. മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വി മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. ഇത് സ്ക്വയർ ചെയ്യുക. ദിസ് ഇംപ്ലൈസ് യു സ്ക്വയർ ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 2u ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് പ്ലസ് 1 a മൈനസ് b ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ പ്ലസ് v square by u square plus v square the whole square is equal to 1. This implies ഇത് രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ u square plus v square by u square plus v square the whole square. അപ്പോൾ ഒരു u square plus v square കട്ടാവും. ഈ 1ഉം 1ഉം ക്യാൻസൽ ആവും. അപ്പം റിമൈനിങ് മൈനസ് 2u by u square plus v square equal to 0. This implies 1 by u square plus v square minus 2u by u square plus v square equal to 0. ഇവിടെ സെയിം ഡിനോമിനേറ്റർ ആണ്. അപ്പം 1 minus 2u by u square plus v square equal to 0. This implies 1 minus 2u equal to 0. This implies u is equal to half. See, this is the image of this circle under the mapping 1/z. ഇപ്പം നമുക്ക് കിട്ടിയ ഇമേജ് എന്ന് പറഞ്ഞാൽ u ഈക്വൽ ടു ഹാഫ്, അതല്ലെങ്കിൽ 1 minus 2u ഈക്വൽ ടു 0. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യു വി പ്ലെയിനിൽ u ഈക്വൽ ടു ഹാഫ്, ഇവിടെ ഹാഫ് എടുക്കുക. സി ദിസ് ഈസ് ദ ഇമേജ്. നമ്മുടെ സർക്കിൾ മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1 ആണ്. 1 സെൻറ്റർ റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിളിനെ 1/z കൊണ്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്കിൾ എന്ന് പറയുന്നത് ദാണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. ഇതാണ് അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If f is equal to u plus iv is analytic, see this is the common notation for analytic function. Given uv equal to 2023, then show that f is a constant. നമ്മുടെ analytic function f equal to u plus iv. അപ്പം തന്നിട്ടുണ്ട് യു വി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് കോൺസ്റ്റന്റ് ആണെന്നാണ്. അപ്പം നമുക്ക് എഫ് കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എഫ് കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ യുവും വിയും കോൺസ്റ്റന്റ് ആയാൽ മതി. യുവും വിയും കോൺസ്റ്റന്റ് ആണെങ്കിൽ യു പ്ലസ് ഐ വി ഇറ്റ്സ് എ കോൺസ്റ്റന്റ്, സോ എഫ് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പം ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ യുവും വിയും കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് 0 ആണ്.
പക്ഷേ ഇവിടെ യു എന്ന് പറയുന്ന യുവും വിയും അനലിറ്റിക് ഫംഗ്ഷനിൽ യുവും വിയും എക്സിലും വൈയിലും ഉള്ള ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ യു കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ യു എക്സ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം, യു വൈ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതായത് ഈ യു എക്സ് യു വൈ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യു ഈസ് എ കോൺസ്റ്റന്റ്. സിമിലർലി ഇഫ് വി എക്സ് ആൻഡ് വി വൈ ആർ 0, we can say v is a constant. So u plus iv is a constant. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ്. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് f equal to u plus iv is analytic. We know all analytic functions satisfies Cauchy-Riemann equations. We know Cauchy-Riemann equations are ux equal to vy and uy equal to minus vx. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എടുക്കാം. തന്നിരിക്കുന്ന കണ്ടീഷൻ u v equal to 2023. നമ്മുടെ എയിം ഈ ഡെറിവേറ്റീവ്സ് ഒക്കെ 0 ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഈ 4 ഡെറിവേറ്റീവ്സ് 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ യുവും വിയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ 4 ഡെറിവേറ്റീവ്സ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ആകെ ഒരു സിംഗിൾ കണ്ടീഷനാണ് യു വി ഈക്വൽ ടു 2023. അപ്പോൾ ഈ ഡെറിവേറ്റീവ് കിട്ടാൻ വേണ്ടി ഇതിനെ നമ്മൾ എക്സിനും വൈക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സി ദിസ് ഇസ് എ പ്രോഡക്റ്റ്, ബോത്ത് കണ്ടെയ്ൻസ് എക്സ് ആൻഡ് വൈ, സോ വി ഹാവ് ടു അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. യു ഇൻറ്റു വി എക്സ് പ്ലസ് വി ഇൻറ്റു യു എക്സ് ഈക്വൽ ടു 0. Similarly, differentiate with respect to y. അപ്പോൾ u into vy plus v into uy equal to 0. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. പക്ഷേ ഇതിൽ അൺനോൺസ് നമുക്കറിയാൻ വയ്യാത്തത് വി എക്സ് ഉണ്ട്, യു എക്സ് ഉണ്ട്, യു വൈ ഉണ്ട്, വി വൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇക്വേഷനും 4 അൺനോൺസും. നമുക്ക് 2 ഇക്വേഷനിൽ നിന്ന് 2 അൺനോൺസേ സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിപ്പോൾ 4 അൺനോൺസ് ഉണ്ട്. അപ്പോൾ ഈ 4 അൺനോൺസിനെ 2 അൺനോൺസിലോട്ട് മാറ്റിയിട്ട് വേണം സോൾവ് ചെയ്യാൻ. നമുക്ക് ഈ 4 അൺനോൺസിനെ 2 അൺനോൺസിലോട്ട് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് ഈ കോഷി-റൈമാൻ ഇക്വേഷൻസ് ആണ്. പല രീതിയിൽ മാറ്റാം. ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് യു എക്സിലും യു വൈയിലോട്ടും റീപ്ലേസ് ചെയ്യുന്നു. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ യു എക്സ് അവിടെ ഉണ്ട്, അതിനെ മാറ്റുന്നില്ല, വി എക്സിനെ മാറ്റാം. യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു, അപ്പം മൈനസ് യു യു വൈ പ്ലസ് വി യു എക്സ് ഈക്വൽ ടു 0. അപ്പം ഞാൻ ഈ 2 ഇക്വേഷൻസിന് യു എക്സ് യു വൈയിലോട്ട് മാത്രമാണ് മാറ്റുന്നത്. ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് വി വൈ പോകണം. വി വൈ എന്ന് പറഞ്ഞാൽ യു എക്സ് ആണ്. അപ്പം യു എക്സ് പ്ലസ് വി യു വൈ ഈക്വൽ ടു 0. അപ്പം നമുക്ക് വി ഹാവ് 2 ഇക്വേഷൻസ് ഇൻ 2 അൺനോൺസ്, യു എക്സ് യു വൈ. അപ്പം ഇത് സോൾവ് ചെയ്യാം. സ്കൂളിൽ പഠിച്ച പോലെ കോഎഫിഷ്യൻസ് സെയിം ആക്കിയിട്ട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ കോഎഫിഷ്യൻ ഇതല്ലേ മൈനസും പ്ലസും, അപ്പോൾ ഇതിനെ ഞാൻ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എന്താണ്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യും. അപ്പം ഫസ്റ്റ് ഇക്വേഷനെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടും വി സ്ക്വയർ യു എക്സ് പ്ലസ് യു സ്ക്വയർ യു എക്സ് ഈക്വൽ ടു 0. യു എക്സ് കോമൺ ആണ്. അപ്പോൾ വി സ്ക്വയർ പ്ലസ് യു സ്ക്വയർ ഇൻറ്റു യു എക്സ് ഈക്വൽ ടു 0. ദിസ് ഇംപ്ലൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന അൺനോൺസ് യു എക്സും യു വൈയും ആണ്. സോ യു എക്സ് ഈസ് 0. ഇപ്പോൾ നമുക്ക് യു എക്സ് 0 എന്ന് കിട്ടി. യു എക്സ് 0 എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുക. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഇക്വേഷൻ മൈനസ് യു യു വൈ പ്ലസ് വി യു എക്സ് ഈക്വൽ ടു 0 എന്നായിരുന്നു. യു എക്സ് 0 എന്ന് കൊടുക്കുമ്പോൾ യു വൈ 0 കിട്ടും. സോ വി ഹാവ് യു വൈ ഈക്വൽ ടു 0. ഇനി നമ്മൾ കോഷി-റൈമാൻ ഇക്വേഷൻസ് നോക്കുക. യു സി ഇൻ കോഷി-റൈമാൻ ഇക്വേഷൻസ് ഇഫ് യു എക്സ് ഈസ് 0, വട്ട് ഈസ് വി വൈ? വി വൈ ഈസ് 0. അതുപോലെ നമുക്കിവിടെ യു വൈ 0 ആണെന്ന് കിട്ടി. ഇവിടെ യു വൈ 0 എടുക്കുമ്പോൾ വി എക്സ് എത്രയാണ്? 0. സോ നൗ വി ഹാവ് വി എക്സ് 0, വി വൈ 0. അപ്പോൾ നമുക്ക് യു എക്സ് 0, യു വൈ 0, ദാറ്റ് മീൻസ് യു ഇസ് എ കോൺസ്റ്റന്റ്. വി എക്സ് 0, വി വൈ 0, ദാറ്റ് മീൻസ് വി ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ യുവും വിയും കോൺസ്റ്റന്റ് ആണ്. സോ യു പ്ലസ് ഐ വി ഇസ് എ കോൺസ്റ്റന്റ്. യു പ്ലസ് ഐ വി ഇസ് അവർ എഫ്. സോ എഫ് ഇസ് എ കോൺസ്റ്റന്റ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് കോൺസ്റ്റന്റ് ആണെന്ന്. സോ വി ഹാവ് എഫ് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് സോൾവ് ചെയ്തു. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 4 സോൾവ് ചെയ്യും. താങ്ക് യു ഓൾ.